ഹലോ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. 2-3 ദിവസത്തെ ഉറക്കുണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി. ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് പെങ്ങളിതാ പത്തലിനുള്ളതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് വെറൈറ്റി പത്തലാണ് ഉണ്ടാക്കുന്നത്. സാധാ പത്തിരി എന്നൊന്നും പറഞ്ഞുകൂടാ, അങ്ങനെ വെറൈറ്റി എന്നൊന്നും പറയാൻ തെക്കാണില്ല കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റൗണ്ട് പത്തിരിയില്ലേ, അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ഉണ്ടാക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ വേപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അനൂപേട്ടൻ പണിക്ക് പോകുന്ന തിരക്കിലാണ്. ഹെൽമെറ്റൊക്കെ നല്ല മൊഞ്ചാക്കി തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഹെൽമെറ്റിൻ്റെ കാര്യത്തിലുള്ള തീരുമാനമായിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ ഫുൾ തലവേണി മാറ്റാറായിട്ടുണ്ട്. അനൂപേട്ടൻ പോയതിന് ശേഷം ഞാനിതാ മഴ പെയ്തതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്കിങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നോക്കാൻ എല്ലാം ഫുൾ നനവ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ ചാറി ചാറി പോകുന്നത് 2-3 ദിവസമായി. പക്ഷെ നല്ല രീതിക്ക് പെയ്തത് ഇന്നലെയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ മുറ്റത്തൊക്കെ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വാഴയാണെങ്കിലോ ഇതാ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ഇത് മൂത്തിട്ടൊന്നുമില്ല കേട്ടോ, മൂക്കാനൊന്നും ആയിട്ടില്ല, പക്ഷെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ഇനി ഇത് പഴുക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ താർപ്പായുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ 3 തെങ്ങാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോഴാണ് ഇത് തേങ്ങയൊക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഓരോ തേങ്ങ വീഴുമ്പോൾ ഞങ്ങൾ താർപ്പായിൻ്റെ മണ്ടയ്ക്ക് വീണ് താർപ്പായി പൊട്ടും. മഴക്കാലമാകുമ്പോൾ കൂടുതലായിട്ട് ഞങ്ങളൊരു താർപ്പായി വാങ്ങി കെട്ടിയാൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഓരോ തേങ്ങ വീണിട്ട് അത് പൊട്ടി പൊട്ടി പോകും. തേങ്ങ വീഴാതിരിക്കാൻ നമ്മൾ തെങ്ങുമല അധികം കയറാൻ നോക്കിയാൽ കിട്ടിയില്ല. അച്ഛനാണ് എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞ് കയറി തെങ്ങുമ കയറുന്നത്. ഇപ്പം അച്ഛന് തലകറക്കായതുകൊണ്ട് അച്ഛൻ കയറാറില്ല. അതുകൊണ്ടാണെങ്കിൽ താർപ്പായി മൊത്തം കീറി പാളീസായിട്ടുണ്ട്. ചെടികൾക്കൊക്കെ ഇന്നലെ വെള്ളം കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിട്ടുണ്ടാവും. ഇവിടുത്തെ കിണറ്റിലെ വെള്ളം വറ്റിയതുകൊണ്ട് ചെടികളൊന്നും നനക്കാറില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ കുളിക്കാനും തിരുമ്പാനൊന്നും എന്നുള്ള വെള്ളമില്ല. അപ്പോൾ വറ്റി ഇങ്ങനെ വരികയാണ്. ഇന്ന് മഴ പെയ്തുകൊണ്ട് ചെടികൾക്കൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സൈഡിലായിരുന്നു ചെടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാമ്പിൻ്റെ സീസൺ ആണല്ലോ. പാമ്പ് ജനൽ വഴി കയറുന്നു, അകത്ത് കയറുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് ചെടിയെല്ലാം എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും നല്ലപോലെ മഴ നനഞ്ഞ് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലാണ് കിണർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അവരും വെള്ളത്തിൻ്റെ ക്ഷാമത്തിൽ ഇങ്ങനെ കഴിയായിരുന്നു. ജലനിധിയുടെ വെള്ളമാണെങ്കിൽ വരുന്നതുമില്ല. പൈസ അടക്കുന്നുണ്ട്, പക്ഷേ ജലനിധിയുടെ വെള്ളം കമ്മിയാണ്, എപ്പോഴെങ്കിലേ വരുന്നുള്ളൂ. ജലനിധിയുടെ വെള്ളം ഈ സമയത്തൊക്കെ വരികയെന്ന് വെച്ചാൽ നല്ല ഉപകാരമാണ്. കാരണം തിരുമ്പൽ, കുളി, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമൊക്കെ തേച്ചാലൊക്കെ അതിലങ്ങ് കഴിയേ. അങ്ങനെ മഴ പെയ്ത പ്രകൃതി ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ചതിന് ശേഷം ഇത് അടുക്കളയിൽ വീണ്ടും കയറിയിട്ടുണ്ട്. അനൂപേട്ടന് കറി വേണ്ടായിരുന്നു. ആ പത്തിരി മാത്രം കൂട്ടി ചായ കുടിച്ചിട്ടാണ് അനൂപേട്ടൻ പോയത്. കുട്ടേട്ടൻ അങ്ങ് എഴുന്നേറ്റ് വന്നിട്ടില്ല. കുട്ടേട്ടൻ ഇന്ന് പണിയുണ്ട്. ഏതൊക്കെ അങ്ങനെയാണ് പണിക്ക് പോകേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉരുളക്കിഴങ്ങ് ഉള്ളിയാണ് കറി വെക്കാനുണ്ടായിരുന്നത്. അതങ്ങ് അടുപ്പത്തേക്ക് വെച്ച്. പത്തിരിയാണെങ്കിൽ കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനാണെന്ന് ടേസ്റ്റ് ഉണ്ടാവുക. അതാണ് അത് ചുടാത്തത്. അപ്പം നമ്മളിത് തേങ്ങയൊക്കെ കലക്കി പാർന്ന് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കറി സെറ്റാക്കുകയാണ്. ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ കറി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ള കളർ ഉരുളക്കിഴങ്ങിൻ്റെ കറിയെ. പുട്ടിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമേ. അടുക്കളയുടെ കാര്യം നിങ്ങളിപ്പോൾ നോക്കണ്ട, ഫുൾ കച്ചറയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാ കറിയും കൂട്ടലൊക്കെ ആയതിന് ശേഷം നമ്മളിതൊക്കെ തേച്ച് കഴുകി ഒരു ഭാഗത്തേക്ക് വെക്കും. എന്നിട്ടേ ഞങ്ങൾ പല്ല് ചേച്ചി ചായ കുടിക്കാറുള്ളൂ കേട്ടോ, ഞാനും പെങ്ങളൊക്കെ. അപ്പോൾ ഇതാ അവർക്ക് പോകേണ്ടത് കൊണ്ട് അവരെ മെല്ലെ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് പെങ്ങൾ അച്ഛനും പത്തല് ചുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനും പണിക്ക് പോയി, അനൂപേട്ടനും പണിക്ക് പോയി. ഇനി എന്നുള്ളത് കുട്ടേട്ടനാണ്. കുട്ടേട്ടൻ നേരൊക്കെ പോകേണ്ടതുള്ളൂ. അതുകൊണ്ട് മെല്ലെ എണീറ്റ് വരികയുള്ളൂ. അപ്പോൾ കുട്ടേട്ടൻ വരുമ്പോഴത്തേക്ക് നമ്മളിതാ ചായയൊക്കെ സെറ്റാക്കി പാത്രം കൈക്കൊണ്ടിരിക്കുക. കറണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയും വന്നും കളിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. 2-3 ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇന്ന് വൃത്തിക്ക് ഉറങ്ങി നീട്ടത് കേട്ടോ. കാരണം കറണ്ട് സമ്മതിക്കുന്നില്ല. രാത്രി കറണ്ട് പോകുന്ന സമയത്ത് ചൂടെടുത്തിട്ട് നമുക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ലിയോനാണെങ്കിൽ ചൂടായത് കൊണ്ട് അംഗനവാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവനെയും കൊണ്ട് ഒരു കളി കളിച്ചേനെ. ഉറക്കമില്ല, എന്താ പറയുക, കുട്ടികളെ മേത്തൊക്കെ നിറച്ചും ചൂടൂര് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റാ.